ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ വൈകിട്ടും കാലൊക്കെ എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോയാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ ഷിൻചാനും കാലൊക്കെ ഇവിടെ ഒന്നും വന്നിട്ടില്ല ഗൈസ്. 4:30 കാലൊക്കെ ആയി ഗൈസ്. എന്നിട്ട് ഷിൻചാനെ ഇവിടെ കാണുന്നില്ല. എവിടെ പോയെന്ന് എനിക്കൊരു ആദ്യ ഗൈസ്. നമ്മളെ ഷിൻചാൻ്റെ പപ്പയാണെങ്കിൽ വിളിക്കുന്നുണ്ട് ഫോണിൽ. ഞാനാണെങ്കിൽ പരമാവധി എടുക്കാതിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഷിൻചാൻ വന്നിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ എനിക്കല്ലേ ഗൈസ് വഴക്കും കാലൊക്കെ കേൾക്കുന്നത്. എൻ്റെ അല്ലേ ഗൈസ് ഏൽപ്പിച്ചിട്ട് പോയത് ഗൈസ്. ഞാനാണെങ്കിൽ ബസ്സിലും കാലൊക്കെ ഏൽപ്പിച്ചായിരുന്നു. അതിനുശേഷം ബസ്സുകാരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, സ്കൂളുകാരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ സോ നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ സ്കൂളിലോട്ട് ഞങ്ങളൊക്കെ പോവാം. അപ്പോഴത്തേക്കാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ഷിൻചാൻ്റെ സ്കൂൾ വരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ അഥവാ ഗൈസ് നമ്മളെ ബസ്സും എല്ലാം അവിടെ കിടന്നാൽ ഗൈസ് നമ്മളെ ഷിൻചാനെ വിളിച്ചോണ്ട് വരാമല്ലോ ഗൈസ്. എന്താണ് ഗൈസ്, ഇത് സോംബികളല്ലേ ഗൈസ്? എൻ്റെ മോനെ പൊന്നെ ഗൈസ്, ഇത് സോംബികൾ തന്നെയാണ് ഗൈസ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഒരുത്തന്നെ ഒന്ന് ഇടിച്ച് കാണിച്ചു തരാം. എനിക്ക് ഇടിക്കുമ്പോൾ ഈ രക്തം എൻ്റെ മോനെ ഇടിച്ച് ഗൈസ്. നമ്മളുടെ രക്തമൊക്കെ വീഴുന്നു ഗൈസ്. എൻ്റെ പൊന്നു മോനെ ഇവിടെ ഫുള്ള് ഇതായിട്ടാണ് ഗൈസ്. എന്തുവാണ് ഈ സോംബികൾക്കും? എൻ്റെ പൊന്നു മോനെ ഈ ലോകം ഫുള്ള് സോംബി ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ഇതെന്താണ് ഗൈസ്? എൻ്റെ മോനെ എൻ്റെ അടുത്തോട്ട് ഒരു ഓടി വരുന്നു. ഷിൻചാനെ ഇങ്ങോട്ട് ചേർത്ത് മേടിക്കുക. ഷിൻചാനെടാ വന്ന് കയറടാ. നമ്മൾ ഷിൻചാനകളൊക്കെ നമ്മളെ വണ്ടിയിൽ കയറി ഗൈസ്. നമുക്കാണെങ്കിൽ നമ്മളെ വീട്ടിലും കാണും കയറണം. നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റിങ്ങളും ആണ്ട് പിന്നെ നമുക്ക് നേരെ ചെതറി കളയാം ഗൈസ്. ഗൈസ് നമ്മളടുത്തോട്ടാണ് ഗൈസ് കൂടുതലും വരുന്നത്. ഞാൻ ഷിൻചാനാണെങ്കിൽ ഏറ്റവും ബാക്കിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഡിക്കികളൊക്കെ ഇളവി പോകത്തില്ല ഗൈസ്. ഇതിൻ്റെ ഡിക്കി ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഫുൾ വെൽഡിങ് ആണ് ഗൈസ് ഡിക്കിയുടെ അവിടെ. ഗൈസ് ഞാൻ ഷിൻചാനോടെ സേഫുകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഡിക്കിക്കകത്ത് അവിടെ ഞാൻ അടച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരെ ഓക്സിജനുകളൊക്കെ കിട്ടും ഗൈസ്. ഗൈസ് നമ്മൾ വേറെ വീട്ടിലും ആളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ ഗൈസ് ഓട്ടോമാറ്റിക് ഗേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അടയും ഗൈസ്. നമ്മളെ വീട്ടിലാണ് ഗേറ്റ് ഇല്ല ഗൈസ്. അടാ ഗേറ്റ് ഇടാ മോനെടാ സെൻസർ എൻ്റെ മോനെ. ഇപ്പോൾ രാവിലെ തന്നെ ഒരാൾ നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കയറുന്നു ഗൈസ്. ഗ്രില്ലിൻ്റെ ഇടയിൽക്കൂടെയും കയറുന്നു ഗൈസ്. ഇതൊക്കെ എന്തുവാണ് ഗൈസ്? അവന്മാരെല്ലാം ഇടിച്ച് തലയ്ക്കണം ഗൈസ്. ഇതാണെങ്കിൽ തുറക്കുന്നില്ല. തുറ പിന്നെ അടയ്ക്കുന്നു ഗൈസ്. എൻ്റെ മോനെ എനിക്കാണെങ്കിൽ ചെറിയ കടികൾ കൊണ്ടില്ല ഗൈസ്. എൻ്റെ മോനെ കടി കൊള്ളല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സോ ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ വെട്ടിച്ചങ്ങളൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും നല്ല രീതിക്ക് നിൽക്കാനൊരു പ്ലേസ് വേണം ഗൈസ്. എന്നാലേ ഗൈസ് നമുക്കൊന്ന് ഇതായി നിൽക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇതാണെങ്കിൽ ഫുള്ളാണെങ്കിൽ അറ്റാക്കിങ് ആണ് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം. നമുക്കാണെങ്കിൽ നമ്മളെ ഷോറൂമിലൊന്ന് പോകണം. ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ടെന്ന് എനിക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടാണെങ്കിൽ ഒറ്റ മനുഷ്യനെ കാണുന്നില്ലേ, അതോ എല്ലാവരും വീട്ടിലിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. എൻ്റെ മോനെ ഇവന്മാർ ഭയങ്കര അക്രമമാണ് ഗൈസ്. അവന്മാർ ഭയങ്കര രോഷമാണ് ഗൈസ്. അപ്പോൾ സോ ഗൈസ് ഇല്ല കാണുന്ന ഇവിടെ പോയി നമുക്ക് നിൽക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഗൈസ് ഈ കണ്ടെയ്നറുകളുടെ മേളിൽ കയറി നിൽക്കാം. ഇവിടെ വരുമോയെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ സൗണ്ട് ഉണ്ടാക്കാത്ത എസ്റ്റോസ് എല്ലാം ഓഫാക്കിയിട്ടുണ്ട്. സോ ഗൈസ് ഇത്തിരിയുടെ മുമ്പിലോട്ട് നിർത്താം ഗൈസ്. ഏറ്റവും അറ്റത്ത് കൊണ്ട് നിർത്താം. മതി. അപ്പോൾ ഗൈസ് ഞാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നിർത്തിയപ്പം നമുക്കിവിടെ ഇറങ്ങാവൂന്ന് എനിക്കൊരു സംശയം. ഗൈസ് ഇറങ്ങിയൊക്കെ ചെയ്യാം. ഷിൻചാനാടാ നീ അവിടെ ഇരുന്നാൽ മതി ഗൈസ്. ഷിൻചാനാണെങ്കിൽ അവിടെ പേടിച്ച് വിറച്ച് ഡിക്കിക്കകത്ത് ഇരിക്കുകയാണ് ഗൈസ്. ഗൈസ് ആണെങ്കിൽ നമ്മളൊരു സ്നൈപ്പറുകളൊക്കെ ഇരിപ്പുണ്ട്. സ്നൈപ്പർ വെച്ച് 5-6 നമുക്ക് സൂം ചെയ്ത് നോക്കാം ഇവന്മാർ ഏത് ഇനത്തിൽപ്പെട്ടയാണെന്ന്. ഗൈസ് ഇത് ഏലിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു സോംബികളുമാണ് ഗൈസ്. ഇത് മനുഷ്യരല്ല കേട്ടോ ഗൈസ്. ഇത് മനുഷ്യരല്ല ഗൈസ്. ഇത് മനുഷ്യ സോംബി അല്ല ഗൈസ്. ഇത് ഏതാണ്ട് ഒരു മൃഗത്തിൽപ്പെട്ടൊരു സോംബികളുമാണ്. മനുഷ്യ സോംബി ആവുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ. സോ ഇത് മനുഷ്യ സോംബി അല്ല. അപ്പം ഞാനാണെങ്കിൽ പരമാവധി എല്ലാത്തിനെ തീർക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എല്ലാം തീരുന്ന പാടാണ് ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ പരമാവധി എല്ലാത്തിനും കില്ല് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഒരുത്തന്നെ ഹെഡ് നോക്കിയൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർക്ക് 2 ബുള്ളറ്റ് അല്ല ഗൈസ്. ഇവൻ മരിക്കുന്നു. എൻ്റെ മോനെ ഫൈനലി ഗൈസ് ഇവനെയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഗൈസ് ഇവിടെ റേഞ്ചുകളും കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാൻ ജോണിനെ ഞാനാണെങ്കിൽ വിളിച്ച് നോക്കുന്നുണ്ട്. ജോണാണെങ്കിൽ എടുക്കുന്നില്ല ഗൈസ്. ജോൺ എടുത്ത്. എടാ ജോണെ നീ നാട്ടിലില്ലടാ. നീ വെളിയിലൊന്നും ഇറങ്ങല്ലേ ഗൈസ്? അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെളിയിലൊന്നും ഇറങ്ങല്ലേ ഇത് ഗൈസ്. നമ്മൾ വെളിയിൽ ഇവിടെ പെട്ടിരിക്കുമ്പോഴാണ് ഗൈസ്
നമ്മളാണെങ്കിൽ പെട്രോളും ആളൊക്കെ ലോ ആണ് ഗൈസ്. ആ മഹേന്ദ്ര സാറിൻ്റെ ലുക്കുണ്ട് ഗൈസ് ഫ്രണ്ടിലാ. അപ്പോൾ സോ നമ്മൾ എന്താ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. പെട്രോളാണെങ്കിൽ ഇച്ചിരി ഉള്ളു. ഞാനാണെങ്കിൽ ക്യാനിങ്ങാണ് മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഒരു വലിയ ബസ് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം ഗൈസ്. അതാകുമ്പോൾ അതിനകത്ത് താമസിക്കാമല്ലോ. അമ്മാരെ അറ്റാക്കൊന്നും നമുക്ക് പ്രതീക്ഷിക്കണ്ടല്ലോ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ വെച്ച് പിടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇടിച്ചിടാം. അവനൊക്കെ ഇടിച്ചിടാൻ ഗൈസ്. ഇവന്മാരൊക്കെ ഇന്ന് ജീവിച്ചിട്ടൊരു ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം. ഇവന്മാരെ ഇത് രക്ഷപ്പെടുത്താനുള്ള മരുന്ന് കയറുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മണ്ടയിലോട്ട് വല്ലതും കയറി നിൽക്കാം ഗൈസ്. സോ ഞാനാണെങ്കിൽ ഇതിലേക്കൂടെയൊക്കെ കയറാത്തയാണ്. ഈ വണ്ടിയാണെങ്കിൽ പുതിയതും കാണുവാണ്ട് ഒരു ഡോറളയിൽ പോയാൽ മതി ഗൈസ് സോംബിയെല്ലാം കയറാൻ. ഗൈസ് നമുക്കാണെങ്കിൽ ഇതിൻ്റെ താരി ഇറങ്ങണം ഗൈസ്. യെസ് ഞാനങ്ങനെ താരിങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ സോംബിക്ക് ഒരു കുറവുമില്ല ഗൈസ്. ഇവന്മാരെല്ലാം ഭയങ്കര ടീമാണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ കയറാൻ ഗൈസ്. ഇതിൻ്റെ മേളിൽ വരുമെന്ന് ഒരിക്കലും അറിഞ്ഞൂടാ. ഇവന്മാർ ഇതിൻ്റെ മണ്ടയിൽ കയറാത്തതാണ് ഗൈസ്. ഗൈസ് ഒരുത്തൻ ഇങ്ങോട്ടല്ലേ ഗൈസ് ഓടി വരുന്നത്. ഇതിൻ്റെ മണ്ടയിൽ ഇപ്പം കയറി ഗൈസ്. പണ്ടൊന്നും ഇതിൻ്റെ മേളിൽ കയറത്തില്ലായിരുന്നു. അപ്പം സോ ഭയങ്കര ഇതാണ് ഇപ്പം അറ്റാക്ക് ഗൈസ്. നമുക്കാണെങ്കിൽ എയർപോർട്ടിലൊന്ന് പോയി നോക്കാം ഗൈസ്. എയർപോർട്ടിൽ വല്ലവരും കൊണ്ടോ നോക്കാം. മിലിറ്ററി ബേസിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. മിലിറ്ററിയുടെ അവിടെ വല്ലവരും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സഹായം കയറാൻ ചോദിച്ചു നോക്കാം. അതെ എയർപോർട്ടിൽ പ്ലെയിനിങ്ങാളും ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി പോവാൻ ഗൈസ് ഈ രാജ്യത്ത് നിന്ന്. ഞാൻ നേരത്തെ അങ്ങ് പോയാൽ മതിയായിരുന്നു പിഞ്ചാനോട്. ഞാനിവിടെ പെട്ടുപോയല്ലോ. എന്നെ സോംബി നടിച്ച എൻ്റെ പപ്പയും ഞാൻ എങ്ങനെ കാണും? എന്തോ പ്രായങ്ങളുള്ള നല്ല രീതിക്ക് നേരെ നോക്കി ഊട്ടിക്ക് പ്രായങ്ങളുള്ള എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രായങ്ങളുണ്ടായി നാളെയാണെങ്കിൽ ജൂൺ 5 എനിക്കാണെങ്കിൽ അവിടെ ട്രീയൊക്കെ തരാമെന്ന് പറഞ്ഞ് പ്രായങ്ങളുണ്ടോ? പയ്യെ പോ പ്രായങ്ങളുള്ള എനിക്ക് പേടിയാവുന്ന പ്രായങ്ങളുണ്ടോയി. അടാ നീ പേടിക്കാതിരടാ. ഞാനല്ലോടാ നിൻ്റെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ കേസ് ഇവനാണെങ്കിൽ കിടന്ന് കഴിയുന്ന കേസ് നീ അവൻ മരിക്കുമെന്ന് ഞാനവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു പേടിയുണ്ട് കേസ്. ഇവന്മാരെ രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. കാർ തന്നെ ഓട്ടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഞാനിപ്പം ഗൈസ് നമ്മളിവിടെ എയർപോർട്ട് കേസ് ആരുമില്ല കേസ്. ഒരു പാച്ചൻ കേസ് പോലും ഇല്ല ഗൈസ്. ഗൈസ് ഇവിടെ ഒരുത്തനും ഇല്ല ഗൈസ്. ഒറ്റ ഒരുത്തനും ഇല്ല ഗൈസ്. ഇവിടെ സേഫായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. നമുക്ക് ഇച്ചിരി വായുകളൊക്കെ വലിച്ചെടുക്കാം ഗൈസ് അകത്തുനിന്ന്. അപ്പോൾ ഗൈസ് ഇവിടെ ഫുള്ള് സീനിങ്ങാളുമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. ഞാൻ നമ്മളെ കാറുകാളും നോക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ കാറിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മൾ ഷിൻചാനാണോ എനിക്ക് തോക്കുകളൊക്കെ കണ്ടുപിടിച്ചു ഗൈസ്. മെഷീൻ കണ്ടു ഗൈസ്. എന്തായാലും ഗൈസ് ഇത് നേരത്തെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഓയിലാണെങ്കിൽ ഇച്ചിരി ഉള്ളു ഗൈസ്. എപ്പം വേണമെങ്കിൽ ഗൈസ് നമ്മൾ ഏതെങ്കിലും ഒരു നടുവരിയിൽ സോംബിയും കടിച്ച് എവിടെയെങ്കിലും കിടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത്രയും സോംബി ഗൈസ് നമ്മളെ പിറക്കെ വരികയാണ് ഗൈസ്. നമ്മളെ കാറിനകത്തൊരു മോഡുള്ളത് നമ്മൾ മറന്നു ഗൈസ്. ഫ്ലൈയിങ് മോഡ് ഗൈസ്. അപ്പം സോ ഇനി ഗൈസ് നമ്മൾ അതിലാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഫ്ലൈയിങ് ചെയ്ത് കളിക്കാം ഗൈസ്. അപ്പം സോ ഒരു കുഴപ്പമില്ല. എൻ്റെ മോനെ കണ്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ ഞാനങ്ങനെ മറന്നിരിക്കുകയായിരുന്നു. ഷിൻചാനെ നമ്മളിങ്ങനെ രക്ഷപ്പെട്ടാ. എൻ്റെ കാറിനാണെങ്കിൽ ഫ്ലൈയിങ് മോഡുകളുണ്ടല്ലോടാ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലടാ ഷിൻചാനെ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഫ്ലൈയിങ് മോഡ് ഇട്ടുകൊണ്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.